നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. കെ എ ദാമോദര മേനോൻ്റെ ജീവിത ചരിത്ര കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പറവൂരിൽ ജനിച്ച് സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൻ്റെ നേതൃനിരയിലേക്ക് വളർന്ന മഹത്തായ ഒരു വ്യക്തിത്വമാണ് കെ എ ദാമോദര മേനോൻ. ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും പ്രസന്നവും ദീപ്തവുമായ മുഖങ്ങളിലൊന്നാണ് കെ എ ദാമോദര മേനോൻ്റേത്. രാഷ്ട്രീയ പ്രവർത്തകനും മന്ത്രിയും പത്രപ്രവർത്തകനും സാഹിത്യകാരനും ഐക്യകേരള പ്രസ്ഥാന ശില്പികളിൽ പ്രമുഖനുമായിരുന്നു കെ എ ദാമോദര മേനോൻ. മാതൃഭൂമി പത്രാധിപർ ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് വിദേശത്തെ ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് നാട്ടിൽ തിരിച്ചെത്തി സ്വാതന്ത്ര്യ സമര സേനാനി, KPCC പ്രസിഡന്റ്, സംസ്ഥാന വ്യവസായ മന്ത്രി എന്നിങ്ങനെ പ്രശസ്തനാണ് അദ്ദേഹം. ആദ്യകാല കഥകളെ നോക്കാം. വടക്കൻ പറവൂരിലെ കരുമാലൂർ ഗ്രാമത്തിൽ താഴത്തു വീട്ടിൽ അച്യുതൻ പിള്ളയുടെയും കളപ്പുരയ്ക്കൽ നങ്ങു അമ്മയുടെയും മകനായി 1906 ജൂൺ 10 കളപ്പുരയ്ക്കൽ അച്യുതൻ ദാമോദരൻ എന്ന കെ എ ദാമോദര മേനോൻ ജനിച്ചു. പ്രൈമറി വിദ്യാഭ്യാസത്തിന് ശേഷം പറവൂർ ഹൈസ്കൂളിൽ ചേർന്നു. ദാമോദരൻ സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ പിതാവ് മരണമടഞ്ഞു. അക്കാലത്ത് ജ്യേഷ്ഠൻ പരമേശ്വരൻ തിരുവനന്തപുരത്ത് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം അവിടെ പോയി താമസിച്ചു. SMV സ്കൂളിൽ നിന്നും പഠനം തുടർന്നു. അക്കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിലും മഹാത്മാഗാന്ധിജിയുടെ ആദർശ പരിപാടികളിലും അദ്ദേഹം ആകൃഷ്ടനായി. അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന രാഘവയ്യ സ്കൂൾ ഫീസ് വർദ്ധിപ്പിക്കുവാൻ തീരുമാനമെടുത്തതോടെ അതിൽ പ്രതിഷേധിച്ചുണ്ടായ വിദ്യാർത്ഥി സമരത്തിൽ ദാമോദര മേനോനും പങ്കെടുത്തു. 1922 മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ചു. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ കോളേജ് വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. 1926 BA ബിരുദം നേടി. വിദേശ ജീവിതത്തെ നോക്കാം. വിദ്യാഭ്യാസാനന്തരം അദ്ദേഹം ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിൽ ഉദ്യോഗത്തിൽ പ്രവേശിച്ചു. എങ്കിലും മെച്ചപ്പെട്ട ജോലി ലക്ഷ്യമിട്ട് ബർമ അഥവാ മ്യാൻമാറിലേക്ക് അദ്ദേഹം പോയി. ബർമയിൽ അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ ഓഫീസിൽ ക്ലർക്കായി ജോലി ലഭിച്ചു. പിന്നീട് അദ്ദേഹം മാണ്ഡേലയിലെ കെല്ലി ഹൈസ്കൂളിൽ അധ്യാപകനായി. ഒരു വർഷത്തിന് ശേഷം റങ്കൂൺ സർവകലാശാലയിൽ അധ്യാപക പരിശീലന കോഴ്സിന് ചേർന്നു. DT അഥവാ ഡിപ്ലോമ ഇൻ ടീച്ചിങ് ബിരുദം നേടിക്കഴിഞ്ഞ് തെക്കേ ബർമയിലെ പ്യാപ്പോൺ നഗരത്തിലുള്ള സർക്കാർ സ്കൂളിൽ അധ്യാപകനായി ഒരു വർഷം ജോലി നോക്കി. അങ്ങനെ ചുരുക്കത്തിൽ 1927 തുടങ്ങി 30 വരെ മ്യാൻമാറിൽ പലവിധ ജോലികളിൽ, പ്രത്യേകിച്ച് അധ്യാപക ജോലിയിലായിരുന്നു. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ആവേശം മൂലം ജോലി മതിയാക്കി അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. മടക്കയാത്രയിൽ ഇന്ത്യയിലെ പല പ്രധാന കേന്ദ്രങ്ങളിലെയും സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു. കൽക്കത്ത, ബീഹാർ, സൂറത്ത്, ബോംബെ എന്നിവിടങ്ങളിൽ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നിരീക്ഷിച്ചിരുന്നു. സ്വാതന്ത്ര്യ സമരവും ജയിൽവാസത്തിൻ്റെയൊക്കെ കഥകൾ നോക്കാം. 1930 പാലക്കാട് എത്തിയ ദിവസം തന്നെ കോൺഗ്രസ് സമ്മേളന സ്ഥലത്ത് വെച്ച് ദാമോദര മേനോനെ അറസ്റ്റ് ചെയ്ത് പാലക്കാട് സബ് ജയിലിൽ പാർപ്പിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം 9 മാസത്തെ തടവിന് ശിക്ഷിച്ച് കോയമ്പത്തൂരിലെ സെൻട്രൽ ജയിലിലേക്കും അവിടെ നിന്ന് ബെല്ലാരി ക്യാമ്പ് ജയിലിലേക്കും മാറ്റി. ജയിൽ മോചിതനായതിനു ശേഷം അദ്ദേഹം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങി. ഇക്കാലത്ത് ദാമോദരൻ കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1932 ഗവൺമെൻറ്റിൻ്റെ നിരോധനാജ്ഞ നിലനിൽക്കെ അത് ലംഘിച്ച് കോഴിക്കോട് കടപ്പുറത്ത് പൊതുയോഗത്തിൽ പ്രസംഗിച്ച കുറ്റത്തിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് 6 മാസത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. കോഴിക്കോട്ടും കണ്ണൂരുമായിരുന്നു ജയിൽവാസം. ജയിലിലായിരുന്ന വേളയിൽ രാഷ്ട്രവിജ്ഞാനം എന്ന ഗ്രന്ഥം രചിച്ചു. ശിക്ഷയിൽ നിന്ന് മോചിതനായ ശേഷം സംഘടനാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിൽ എത്തിയ ദാമോദര മേനോനെയും കൂട്ടരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് അലിപ്പൂർ ജയിലിൽ പാർപ്പിച്ചു. പത്രപ്രവർത്തനത്തെ നോക്കാം. നിയമലംഘനം നിർത്തിവെച്ച് നിയമസഭാ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ 1933 കോൺഗ്രസ് തീരുമാനമെടുത്തു. ഇക്കാലത്ത് ദാമോദര മേനോൻ പൊതുപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ച് തിരുവനന്തപുരം ലോ കോളേജിൽ നിയമപഠനത്തിന് ചേർന്നു.
പത്രപ്രവർത്തനായ കേസരി ബാലകൃഷ്ണപിള്ളയുമായി ബന്ധം നേടിയെടുക്കുവാൻ ഈ കാലം അദ്ദേഹത്തിന് സഹായിച്ചു. 1935 നിയമബിരുദം നേടി. നിയമബിരുദം എടുത്ത ശേഷം ദാമോദര മേനോൻ തിരുവനന്തപുരത്ത് അഭിഭാഷക വൃത്തി സ്വീകരിച്ചു. ഇക്കാലത്ത് സമദർശി എന്ന വാരികയുടെ പത്രാധിപത്യം ഏറ്റെടുക്കുകയും കേസരിയിൽ എഴുതുകയും ചെയ്തിരുന്നു. 1937 ദാമോദര മേനോൻ മാതൃഭൂമിയുടെ പത്രാധിപരായി. മൊറാഴ സംഭവത്തെ ഒന്ന് നോക്കാം. കേരളത്തിലെ കോൺഗ്രസ് സംഘടനയിൽ അക്കാലത്ത് ഗാന്ധിയൻ വിഭാഗം എന്നും സോഷ്യലിസ്റ്റ് വിഭാഗം എന്നുമുള്ള വേർതിരിവ് രൂപപ്പെട്ടിരുന്നു. ഇതിൽ ഗാന്ധി സംഘത്തിൻ്റെ നേതാവാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തൊഴിലാളി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലും ദാമോദര മേനോൻ വ്യാപൃതനായിരുന്നു. മാതൃഭൂമി പത്രാധിപരായിരിക്കുമ്പോഴാണ് 1940കളിൽ മലബാറിനെ പിടിച്ചുകുലുക്കിയ മൊറാഴ സംഭവമുണ്ടായത്. കർഷക സംഘം സമ്മേളനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിൽ ഒരു പോലീസ് ഇൻസ്പെക്ടർ വധിക്കപ്പെട്ടു. ഈ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ് KPR ഗോപാലൻ്റെ ജീവിതം രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് 1942 ഫെബ്രുവരി 27 മാതൃഭൂമി മുഖപ്രസംഗം എഴുതി. മാർച്ച് 5 കേരളം ഉടനീളം KPR ദിനം ആചരിച്ചു. നെഹ്റുവും ഗാന്ധിയും ഇടപെട്ടതിനെ തുടർന്ന് വധശിക്ഷ ജീവപര്യന്തം നാടുകടത്തലായി മാറ്റിയെടുത്തു. അതിനെ തുടർന്ന് മാതൃഭൂമി നിരോധിക്കപ്പെട്ടു. ഈ ക്വിറ്റ് ഇന്ത്യ സമരവും ജയിൽവാസത്തിൻ്റെയും കഥകൾ നോക്കാം. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളെ സഹായിക്കുവാൻ കോഴിക്കോട് കേന്ദ്രീകരിച്ച് രൂപവൽക്കരിക്കപ്പെട്ട തിരുവിതാംകൂർ സമരസഹായ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ദാമോദര മേനോൻ സേവനമനുഷ്ഠിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തിനോടനുബന്ധിച്ച് 1942 അറസ്റ്റിലായ ഇദ്ദേഹത്തെ വെല്ലൂരിലെയും അമരാവതിയിലെയും ജയിലുകളിൽ പാർപ്പിച്ചു. മാതൃഭൂമി പത്രാധിപരായിരിക്കെയാണ് 1942 ഓഗസ്റ്റിൽ പത്രാധിപ കസേരയിൽ നിന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. 1945 ജൂൺ വരെ തടവിൽ കഴിഞ്ഞു. ജയിലിൽ നിന്ന് മോചിതനായതോടുകൂടി മാതൃഭൂമിയിൽ പത്രപ്രവർത്തനം തുടർന്നു. അതോടൊപ്പം സ്വാതന്ത്ര്യസമര പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്തു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ, അതായത് KPCCയുടെ ട്രഷറർ, അഖിലേന്ത്യാ കിസാൻ മസ്ദൂർ സംഘത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി എന്നീ നിലകളിലും അദ്ദേഹം അക്കാലത്ത് പ്രവർത്തിച്ചു. ഐക്യകേരളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള സമ്മേളനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി 1948 അദ്ദേഹം മാതൃഭൂമിയുടെ പത്രാധിപ സ്ഥാനം അതുകൊണ്ട് ഒഴിഞ്ഞു. 1948 ആലുവയിൽ നടന്ന ഐക്യകേരള കൺവെൻഷനിൽ ഐക്യകേരള സമിതിയുടെ പ്രസിഡൻ്റായി കേളപ്പനെയും സെക്രട്ടറിയായി ദാമോദര മേനോനെയും തിരഞ്ഞെടുത്തു. 1949 ദാമോദര മേനോൻ ഇന്ത്യയുടെ ഇടക്കാല പാർലമെൻറ്റിൽ അംഗമായി. കോൺഗ്രസ്സിൽ അക്കാലത്ത് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നൊരു വിഭാഗം ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. ആചാര്യ കൃപാലിനി ആയിരുന്നു ഈ വിഭാഗത്തിൻ്റെ നേതാവ്. ദാമോദര മേനോൻ ഇവരോടൊപ്പമായിരുന്നു ആ കാലത്ത്. ഈ വിഭാഗം പിന്നീട് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി എന്നൊരു രാഷ്ട്രീയ കക്ഷിയായി മാറി. പാർട്ടിയുടെ പാർലമെൻ്ററി സെക്രട്ടറിയായി ദാമോദര മേനോൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 1952 കോഴിക്കോട്ട് നിന്ന് പാർലമെൻറ്റ് അംഗമാകുവാൻ ദാമോദര മേനോന് കഴിഞ്ഞു. കിസാൻ കോൺഗ്രസ്സിൽ അദ്ദേഹം വീണ്ടും 1955 കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നു. അതായത് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ നിന്നും പിൻവാങ്ങി KPCC സെക്രട്ടറിയായി അവിടെ നിന്ന് വന്നതിന് ശേഷം കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂരിൽ നിന്ന് മത്സരിച്ച ദാമോദര മേനോൻ അവിടെ പരാജയപ്പെട്ടു. പക്ഷേ കുന്നമംഗലത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലീല ദാമോദര മേനോൻ ജയിക്കുകയും ചെയ്തു. 1957 KPCC പ്രസിഡൻ്റായി. AICC മെമ്പറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1960 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ഇദ്ദേഹം തുടർന്നുണ്ടായ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായി. 1964 വരെ മന്ത്രിസഭാ സ്ഥാനത്ത് തുടർന്നു. വീണ്ടും മാതൃഭൂമിയിൽ സേവനം അനുഷ്ഠിച്ചു. 1978 ജൂണിൽ മാതൃഭൂമിയിൽ നിന്നും വിരമിച്ചു. 1979 പ്രസ് അക്കാദമിയുടെ ചെയർമാനായി. കുടുംബകാര്യങ്ങളെ നോക്കാം. 1941 ജൂണിലാണ് അദ്ദേഹം വിവാഹിതനായത്. പിൽക്കാലത്ത് രാഷ്ട്രീയ രംഗത്ത് പ്രശസ്തിയായ ലീല ദാമോദര മേനോനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. അവർക്ക് 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവസാന കാലത്തെ നോക്കാം. സമരത്തിൻ്റെയും ഭരണത്തിൻ്റെയും പല രംഗങ്ങളിലൂടെയും കടന്നുപോയ അദ്ദേഹം ഗാന്ധി യുഗത്തിലെയും തുടർന്നുള്ള സ്വാതന്ത്ര്യാനന്തര കേരളത്തിലെയും
മുൻനിരയിലുള്ള നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. ഐക്യകേരളത്തിനു വേണ്ടി ശബ്ദിച്ച ദാമോദര മേനോൻ കേരളപ്പിറവിയുടെ 24-ാം വാർഷിക ദിനമായിരുന്ന 1989 നവംബർ 1 തൻ്റെ 74-ാം വയസ്സിൽ അന്തരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തോപ്പിലെ നിധി, അലസവേളകൾ, രാഷ്ട്രവിജ്ഞാനം, ഭാവനാസൂനം, നർമ്മകഥകൾ 2 വിഭാഗം, തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന ആത്മകഥ, ഇവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. ഈ ജീവചരിത്ര കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.